ഓൺലൈൻ ടാക്സി സമരം തുടരും. കമ്പനികൾ ഡ്രൈവർമാരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാത്തതാണ് കാരണമായി പറയുന്നത്. ഇന്നു മുതൽ സർക്കാരിൻ്റെ കേരള സവാരി ആപ്പിൾ ഡ്രൈവർമാർ ഓൺലൈനിൽ ആകുമെന്ന് പറഞ്ഞുവെങ്കിലും അത് ഉണ്ടായില്ല. ജീവനക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാകാതെ സ്വകാര്യ കമ്പനികൾ. ന്യൂസ് ഡെസ്കിൽ നിന്നും റോജി ചേരുന്നുണ്ട് വിഷയവുമായി ബന്ധപ്പെട്ട്. റോജി, എന്തൊക്കെയാണ് വിവരങ്ങൾ? റോബിൻ, ഗുഡ് മോർണിംഗ്. നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ ഓൺലൈൻ ടാക്സി സമ്പ്രദായം എന്ന് പറയുന്നത് കേരളത്തിലെ ഒരുപാട് ജനങ്ങൾക്ക് ആശ്വാസകരമാകുന്ന ഒന്നാണ്. റെയിൽവേ സ്റ്റേഷനിലോ അതുപോലെ ബസ് സ്റ്റാൻഡുകളിലും നിന്ന് വരുന്ന യാത്രക്കാർക്ക് കുറഞ്ഞ നിരക്കിൽ ഒരു കാറിൽ യാത്ര ചെയ്യാൻ കഴിയും എന്നുള്ളതായിരുന്നു ഈ ഓൺലൈൻ ടാക്സിയുടെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 21-ാം തീയതി മുതൽ തന്നെ ഓൺലൈൻ ടാക്സി സർവീസുകൾ സമരത്തിൽ ആയിരിക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ കമ്പനികൾ ഇവരിൽ നിന്നും അധികമായ പൈസ ഈടാക്കുന്നു എന്നുള്ളതാണ്. ഡ്രൈവർമാർക്ക് വളരെ തുച്ഛമായ പണം മാത്രമാണ് ലഭിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാരണമായി ഇവർ പറയുന്നത്. അതുകൂടാതെ തന്നെ ഊബർ, ഓല, റാപ്പിഡോ അതേപോലെ കേരള സവാരി തുടങ്ങിയ ഈ ആപ്ലിക്കേഷനിൽ അധിഷ്ഠിതമായ സേവനങ്ങളിൽ ഉള്ള ഒരു പറ്റം ഡ്രൈവർമാരാണ് ഇപ്പോൾ പ്രവർത്തനം നിർത്തിയിരിക്കുന്നത്. രാവിലെ ഊബർ ഓഫീസിലേക്ക് കൊച്ചിയിൽ ഒരു സമരം നടത്തുകയും അതിനെ തുടർന്ന് ഊബറിൻ്റെ ആളുകളുമായി ഒരു ചർച്ചയ്ക്ക് തയ്യാറാവുകയും ചെയ്തു. പക്ഷേ എന്നാൽ ഇതുവരെ ചർച്ച നടന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായും അറിയാൻ കഴിയുന്നത്. ഇവരുടെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ഓൺലൈൻ ടാക്സി നിരക്കുകൾ പരിഷ്കരിച്ച് ഡ്രൈവർമാർക്ക് ന്യായമായ ഒരു വരുമാനം ഉറപ്പാക്കുക എന്നുള്ളതാണ്. പിന്നീട് പറയുന്നത് ആപ്പ് കമ്പനികൾ ഈടാക്കുന്ന ഉയർന്ന കമ്മീഷൻ കുറയ്ക്കുക, ഡ്രൈവർമാർക്ക് തൊഴിൽ സുരക്ഷയും ക്ഷേമ പദ്ധതികളും ഉറപ്പാക്കുക, അതുപോലെ ബൈക്ക് ടാക്സി സേവനങ്ങൾ അവസാനിപ്പിക്കുക. അങ്ങനെ 11 ആവശ്യങ്ങളാണ് ഇപ്പോൾ ഇവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നമുക്കറിയാൻ കഴിയുന്നത് പോലെ തന്നെ പെട്രോളിനും ഡീസലിനുമൊക്കെ ഇപ്പോൾ പണം വളരെയേറെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ടാക്സി തൊഴിലാളികൾക്ക് ഉദ്ദേശിക്കുന്ന ഒരു വരുമാനം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാരണം. ഓട്ടോറിക്ഷയ്ക്ക് നൽകുന്ന ഒരു ചാർജിൽ തന്നെ കാറിൽ യാത്ര ചെയ്യാം എന്ന് കഴിയുന്ന ഒന്നായിരുന്നു ഈ ആപ്ലിക്കേഷൻ. 2010 മുതൽ തന്നെ സജീവമായി കൊണ്ടിരിക്കുകയായിരുന്നു കേരളത്തിൽ ഓൺലൈൻ ടാക്സി, ഓല പോലെയുള്ള സേവനങ്ങൾ. എന്നാൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മറ്റുള്ള ടാക്സി, അതായത് ഈ ആപ്ലിക്കേഷൻ ഇല്ലാത്ത ടാക്സിക്കാർ കുറഞ്ഞ നിരക്കിൽ ഓടാൻ തുടങ്ങിയതും ഇവർക്ക് വലിയ രീതിയിലുള്ള ഒരു ഭീഷണിയായി മാറിയിട്ടുണ്ട്. സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും ഓൺലൈൻ ടാക്സികളുടെ ലഭ്യത ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ എടുക്കുകയാണെങ്കിൽ നമ്മളുടെ ചുറ്റുപാടും നിരവധി ഓൺലൈൻ ടാക്സികൾ കാണാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നിലവിൽ. എന്നാൽ ഇപ്പോൾ സാഹചര്യം പറ്റെ മാറിയിരിക്കുകയാണ്. ടാക്സികൾ എവിടെയും കിട്ടാനില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം. ഇവർ ആപ്ലിക്കേഷൻ ഓഫാക്കി വെച്ചതിന് ശേഷം അല്ലെ സ്വകാര്യ വാഹനങ്ങൾ ഓടുന്നത് പോലെ തന്നെ പല ടാക്സിക്കാരും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ആപ്ലിക്കേഷനിൽ ഇല്ലാതെ ഇരുന്ന ഡ്രൈവർമാർ വളരെയേറെ പണം കുറച്ച് ഓടാൻ തുടങ്ങിയതും ഇതിന് വലിയൊരു പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അത് ടാക്സി അഗ്രിഗേറ്റർ കമ്പനികൾ ചർച്ചയ്ക്ക് തയ്യാറായിട്ടുണ്ട്. പക്ഷേ ഈ ചർച്ചയ്ക്ക് തയ്യാറായെങ്കിലും അവർ പറയുന്ന നിബന്ധനകൾ ഡ്രൈവർമാർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ കമ്മീഷൻ നിരക്ക് കുറയ്ക്കുക, അതുപോലെ മിനിമം യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കുക, അതുപോലെ തൊഴിൽ സുരക്ഷ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ആയി ഇവർ പറയുന്നത്. ഇതൊക്കെ പരിഗണിക്കുകയാണെങ്കിൽ മാത്രമേ സമരം പിൻവലിക്കുകയുള്ളൂ എന്നുകൂടി ഇവർ കൂട്ടിച്ചേർക്കുന്നു. ഇന്ന് തുടർച്ചയായ 4ാമത്തെ ദിവസമാണ് സമരം. അപ്പോൾ തന്നെ നമുക്കറിയാവുന്നതുപോലെ സ്വകാര്യ ബസ് സ്റ്റാൻഡുകളിലും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനുകളിലും ഒന്നും ഈ വാഹനങ്ങൾ കിട്ടാത്തതിനെ തുടർന്ന് ആളുകളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക്, യാത്ര ചെയ്യാനുള്ള പ്രതിസന്ധിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഓട്ടോറിക്ഷ തന്നെയാണ് ഇപ്പോൾ ആളുകൾ കൂടുതലായിട്ടും ആശ്രയിച്ചുകൊണ്ട് ഇരിക്കുന്നത്. മറ്റൊരു കാര്യം കേരള സവാരിയെക്കുറിച്ചാണ്. കേരള സവാരി എന്ന് പറയുന്നത് സംസ്ഥാനത്തിൻ്റെ സ്വന്തം ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷനിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ ഡ്രൈവർമാർ ഓൺലൈൻ ആകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സ്വകാര്യ കമ്പനികളോടുള്ള ഒരു ഭീഷണിയായിരുന്നു. ചർച്ചയ്ക്ക് തയ്യാറാകണം എന്നുള്ളത് പറഞ്ഞുകൊണ്ടായിരുന്നു അവർ ഇങ്ങനെ ഒരു കാര്യം വെച്ചത്. പക്ഷേ ഇന്ന് രാവിലെ മുതൽ തന്നെ ആരും തന്നെ ഇതിനകത്ത് ഓൺലൈൻ ആയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ കേരള സവാരിയുടെ പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് 100% പൈസയും നേരിട്ട് ഡ്രൈവർക്ക് തന്നെ ലഭിക്കും എന്നുള്ളതാണ്. സാധാരണ ഇപ്പോൾ ഓൺലൈൻ ടാക്സി ഒക്കെ നോക്കുകയാണെങ്കിൽ പണം അവരുടെ ആപ്ലിക്കേഷനിൽ പോയതിനു ശേഷം അതിൻ്റെ ഒരു നിശ്ചിത ശതമാനം മാത്രമാണ് ഡ്രൈവർമാർക്ക് ലഭിക്കുക. എന്നാൽ ഈ കേരള സവാരിയിലേക്ക് വരികയാണെങ്കിൽ 100% നേരിട്ട് ഡ്രൈവർമാർക്ക് ലഭിക്കുന്ന രീതിയിലാണ് ഈ ആപ്ലിക്കേഷൻ ഉള്ളത്. പരമ്പരാഗതമായ ഒരു രീതി തന്നെയാണ് ഇതിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേരള സവാരിയിലേക്ക് കൂടുതൽ ഡ്രൈവർമാർ കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. ഇന്നോ നാളെയോ ആയിട്ട് സ്വകാര്യ കമ്പനികൾ ചർച്ച നടത്താനുള്ള സാധ്യതയും കൂടി വരുന്നുണ്ട്. അങ്ങനെ ചർച്ച നടത്തുകയും ഇവരുടെ വേതനം വർദ്ധിപ്പിക്കുകയും ഇവരുടെ തൊഴിൽ സുരക്ഷ ഉറപ്പാക്കുകയും അങ്ങനെ തുടങ്ങിയ 11 കാര്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ ടാക്സി സമരം ഒഴിവാകാനുള്ള സാധ്യതയുണ്ട്. എന്നാലും പറയുമ്പോൾ നിരവധി യാത്രക്കാർ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. സാധാരണ യാത്രക്കാരെ അപേക്ഷിച്ച് പല ആൾക്കാരും ഓൺലൈൻ ബുക്ക് ചെയ്ത് ഒക്കെ പോകുന്ന ആളുകളാണ്. അവരെല്ലാം തന്നെ വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് സമരം തീരണം എന്നുള്ളത് തന്നെയാണ് യാത്രക്കാരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം.